നമ്മൾ ചിക്കൻ പോപ്കോൺ ഒക്കെ കഴിക്കില്ല, ആ ഒരു ടേസ്റ്റിലാട്ടോ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോപ്കോൺ ഉണ്ടാക്കുന്ന അത്ര പാടൊന്നുമില്ല, വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. പുറമേ നിന്നൊക്കെ നല്ല ക്രിസ്പിയാണ്, അകത്ത് ചിക്കനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ ലൈറ്റ് ആട്ടോ, പോപ്കോൺ ഒക്കെ പോലെ ഒട്ടും കാണില്ല. ഒരു ലൈക്ക് അടിച്ചിട്ട് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ചിക്കൻ കുറച്ച് വിനാഗിരി ഉപ്പിട്ട് കുതിരാനായിട്ട് വെക്കാം. വീതി കുറച്ച് അരിഞ്ഞ ചിക്കൻ ആയിരിക്കണം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിന് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീര്, ലെമൺ ജസ്റ്റ്, പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മസാല പൊടികളായിട്ട് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 1/2 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിക്കായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ബാറ്റർ ഒരുപാട് ലൂസ് ആയി പോകരുത്, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇനി ചിക്കൻ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഡയറക്റ്റ് ഈ ബാറ്ററിലേക്ക് പോകാം. ഇനി ഇത് ബാറ്ററിൽ നിന്ന് ഓരോന്നായിട്ട് മുക്കിയെടുത്ത് പൊരിക്കാട്ടോ. നമ്മളത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാവണം, എന്നിട്ട് ഇറക്കിയത് ആ ഒരു സമയത്ത് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്ത് പോയെടുക്കാം കേട്ടോ. താങ്ക് യു.